ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഈവനിങ്ങിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് 2 സവാള, അതുപോലെ അല്പം കറിവേപ്പില, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 പച്ചമുളക് എന്നിവ ചേർത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം. അത് നമ്മൾ ഒരുമിച്ച് ഇട്ട് വഴറ്റിയെടുത്താൽ മതി, സെപ്പറേറ്റ് വഴറ്റേണ്ട ആവശ്യമില്ല. അത് വഴറ്റിയെടുത്ത് ഏകദേശം ഒരു നല്ല പോലെ വഴണ്ട് ബ്രൗൺ കളറാകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഇനി കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയ മോനുള്ളത് കൊണ്ട് കുരുമുളക് ചേർക്കുന്നില്ല. മുളക് പൊടി, അതുപോലെ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അതും കൂടെ ചേർക്കാം. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ മസാലയൊക്കെ ആ എണ്ണയിലൊന്ന് കടന്നിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു സ്മെല്ലായിട്ട് വരും. ആ സമയത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം കൂടെ ചേർത്തിട്ട്. നമുക്കത് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. കാരണം നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കുക. കാരണം അതൊരു ഡ്രൈ ആയിട്ടുള്ളൊരു മസാല, ഒരു ഫില്ലിംഗ് അല്ല നമുക്ക് ആവശ്യം. ജസ്റ്റ് ഒന്നൊരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു ഫില്ലിംഗ് ആണ് വേണ്ടത്. അതുകൊണ്ട് 2 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്കൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. നമുക്കിത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സോസ് പാനിൽ വേണമെങ്കിൽ സോസ് പാനിലും ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ആ വെള്ളം കൂടെ ചേർത്ത് വെള്ളം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി, നല്ല പോലെ ഡ്രൈ ആയി വരണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്കതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളെ ഫില്ലിങ്. അപ്പോൾ നമ്മളത് എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു പപ്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു സ്നാക്സിന് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളത് എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അത് പീസാക്കിയിട്ടാണ് നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും ബീഫും ഒക്കെ ചെയ്യാം കേട്ടോ, ഏതും ചെയ്യാം. ഞാനിവിടെ എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ്ങിന് ഉള്ള മസാല റെഡിയായി. അതുപോലെ ഞാൻ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും എടുക്കാം. നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ നിങ്ങൾ റെഡിയാക്കുന്നതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിങ്ങും അതുപോലെ ബ്രെഡും പിന്നെ ഇത് 2 മുട്ടയും അതിലേക്ക് കുറച്ച് പാലും ഉപ്പും കുരുമുളകും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ കുക്കറിലേക്ക് ജസ്റ്റ് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുക്കറാണ്, നിങ്ങൾക്ക് സോസ് പാൻ എടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ബ്രെഡും ആ ഒരു എഗ്ഗിൻ്റെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലൊന്ന് വെച്ച് കൊടുക്കാം. നമുക്കതിങ്ങനെ കംപ്ലീറ്റ് ഫില്ലായിട്ട് കിടക്കണം. കാരണം അതിൽ നമുക്ക് ആ ഫില്ലിങ് നമ്മളെ എഗ്ഗൊക്കെ വെക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് പോവാത്ത രീതിയിൽ നല്ല പോലെ ഫുള്ളായിട്ടത് ഫില്ലായി കിടക്കണം ആ ബ്രെഡ്. അതുപോലെ നമുക്കത് നല്ല രീതിയിലൊന്ന് ഫില്ലാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനത് ഫില്ലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാല, ആ ഫില്ലിങ് ഉണ്ടല്ലോ, അതതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടത് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഫില്ലിങ് എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ബ്രെഡ് വെച്ചിട്ടുള്ളത് ഒരു പാത്രത്തിൻ്റെ ഒരു രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് നമുക്ക് ഫില്ലിങ് വെക്കാനും നല്ല ഈസിയാണ്. ഇനി ഫില്ലിങ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് വെച്ച് കൊടുക്കാം, നിരത്തി വെച്ച് കൊടുക്കാം.
നിങ്ങൾക്ക് എത്ര എഗ്ഗാണോ വേണ്ടത് നിങ്ങളെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് എഗ്ഗിൻ്റെ എണ്ണത്തിലും വ്യത്യാസം വരും കേട്ടോ. ഞാനിവിടെ കുക്കറല്ലേ എടുക്കുന്നത്, ചെറുത്, അതുകൊണ്ട് തന്നെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് പീസാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ചിക്കനോ ബീഫോ എന്തും ചേർക്കാം കേട്ടോ. ഈ ഒരു എഗ്ഗിൻ്റെ ഈ ഒരു മസാലയിൽ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്കൊരു പപ്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. നല്ല ഓയിലൊന്നും അധികം ചേർക്കാത്ത നല്ല ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തിട്ടല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ അവർക്ക് നല്ല വിശപ്പുണ്ടാവുമല്ലോ, അപ്പോൾ ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. നമ്മളത് ആ ഒരു എഗ്ഗ് എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊസീജിയറിനെ വീണ്ടും ചെയ്യാം. ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ആ എഗ്ഗിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് അത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ആ ഒരു ഫില്ലിങ്ങും ആ എഗ്ഗൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ താഴെ വെച്ച് അതുപോലെ തന്നെ മുകളിലും ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഗ്യാപ്പൊന്നും ഇല്ലാതെ നമുക്കത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ അത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ എഗ്ഗിൻ്റെ മിക്സ് നമുക്കതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കറിൻ്റെ വിസിൽ ഊരി വെച്ചിട്ട്, വിസിലില്ലാതെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കർ അടച്ച് സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ താഴെ ഒരു പഴയ പാനോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുക്കർ കയറ്റി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടി പിടിക്കാതെ കിട്ടും. ഇതൊരു 20-25 മിനിറ്റ് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മളിതൊരു പാനിലേക്ക് കമഴ്ത്തിയിട്ടിട്ട് അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് എഗ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇത് പപ്സിൻ്റെ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.